നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രവാസികളുടെ കാര്യത്തിൽ തീരുമാനമായില്ല എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോഴും പറഞ്ഞിരിക്കുന്നത്. കോവിഡ് ഇല്ല എന്ന സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കുവാൻ പ്രയാസമാണെന്ന് കേന്ദ്രം അറിയിച്ചിരിക്കുന്നു. കേന്ദ്രവുമായി ചർച്ച തുടരുകയാണ്. ഉടൻ തീരുമാനമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും മുഖ്യമന്ത്രി ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിക്കൊണ്ടായി. പ്രവാസികളെ നാട്ടിലേക്ക് കൊണ്ടുവരുന്നതിന് മുമ്പ് കോവിഡ് ഇല്ലെന്ന് ഉറപ്പുവരുത്തുവാൻ ട്രൂനാറ്റ് റാപ്പിഡ് ടെസ്റ്റ് നടത്തണമെന്ന കേരളത്തിന്റെ ആവശ്യം വിദേശകാര്യ മന്ത്രാലയം നേരത്തെ തള്ളിയിരുന്നു. ഇതോടെ ആന്റിബോഡി പരിശോധന ഉൾപ്പെടെയുള്ള ബദൽ മാർഗങ്ങൾ ആലോചിക്കുകയാണ് കേരളം. അനുമതി നൽകണമെങ്കിൽ സംസ്ഥാനങ്ങളുടെ ആശങ്കകൾ തീർക്കണമെന്ന കേന്ദ്രത്തിന്റെ പുതിയ മാർഗരേഖയിൽ വ്യക്തമായി തന്നെ പറയുന്നുമുണ്ട്. ട്രൂനാറ്റ് റാപ്പിഡ് ടെസ്റ്റ് നടത്തുന്നത് അപ്രായോഗികമാണെന്ന് എംബസികൾ അറിയിച്ചതിനെ തുടർന്നാണ് കേരളത്തിന്റെ ഈ ആവശ്യം. ഇത് തള്ളിയതായി വിദേശകാര്യ മന്ത്രാലയം ചീഫ് സെക്രട്ടറിയെ രേഖാമൂലം അറിയിക്കുകയും ചെയ്തിരുന്നു. ട്രൂനാറ്റ് ടെസ്റ്റ് അംഗീകരിക്കുവാൻ കഴിയില്ലെന്ന് ഗൾഫ് രാജ്യങ്ങൾ ഉൾപ്പെടെ വ്യക്തമാക്കിയതായി വിദേശകാര്യ മന്ത്രാലയത്തിന്റെ കത്തിൽ പറയുന്നുണ്ട്. ആന്റിബോഡി ടെസ്റ്റ് നടത്തുന്നുണ്ടെന്നാണ് UAE അറിയിച്ചത്. കോവിഡ് ബാധിതരെ വിമാനത്തിൽ കയറ്റുവാൻ അനുവദിക്കില്ലെന്നും UAE പറയുന്നു. അതുകൊണ്ട് തന്നെ കോവിഡ് ബാധിതരായി പ്രത്യേക വിമാനം ഏർപ്പെടുത്താനാകില്ല. രോഗമുള്ളവരും ഇല്ലാത്തവരും ഒരുമിച്ച് യാത്ര ചെയ്യുന്നത് രോഗവ്യാപനം വർദ്ധിപ്പിക്കുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കേരളം ട്രൂനാറ്റ് റാപ്പിഡ് ടെസ്റ്റ് വേണമെന്ന് വാദിച്ചത്. ചാർട്ടേഴ്സ് വിമാനങ്ങൾ ഏർപ്പെടുത്തുന്നവർ സംസ്ഥാന സർക്കാരുകളുടെയും എംബസികളുടെയും അനുമതിക്കായി സമീപിക്കണമെന്ന് വ്യക്തമാക്കി കേന്ദ്ര സർക്കാർ പുതിയ മാർഗരേഖ തന്നെ പുറത്തിറക്കിയിരുന്നു. ക്വാറന്റൈൻ സൗകര്യം, പരിശോധന, നാട്ടിലെ യാത്ര തുടങ്ങിയ സംസ്ഥാന സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ആശങ്കകൾ പരിഹരിക്കണമെന്നും മാർഗരേഖയിൽ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. പ്രവാസികളെ മടക്കി കൊണ്ടുവരുന്നതിന് മുന്നോടിയായി ട്രൂനാറ്റ് റാപ്പിഡ് ടെസ്റ്റ് സംവിധാനം ഏർപ്പെടുത്തണമെന്ന കേരളത്തിന്റെ ആവശ്യം കേന്ദ്ര സർക്കാർ തള്ളുകയായിരുന്നു. വിദേശകാര്യ മന്ത്രാലയം തന്നെയാണ് കേരള ചീഫ് സെക്രട്ടറിയെ കത്ത് മുഖേന ഇക്കാര്യങ്ങൾ അറിയിച്ചത്. ഇത് പ്രായോഗികമല്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് നിർദ്ദേശം തള്ളിയത്. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ഇത് സംബന്ധിച്ച് എംബസികളുമായി നടത്തിയ ആശയവിനിമയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു നിലപാടിൽ എത്തിയിരിക്കുന്നത്. ട്രൂനാറ്റ് പരിശോധന പ്രായോഗികമല്ല എന്നും അത് അംഗീകരിക്കപ്പെട്ടിട്ടില്ല എന്നും ഗൾഫ് രാജ്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ കത്തിൽ വ്യക്തമായി പറയുന്നുമുണ്ട്. ഓരോ രാജ്യങ്ങൾക്കും ഇക്കാര്യത്തിലുള്ള നിലപാട് മന്ത്രാലയം കേരളത്തിന് അയച്ച കത്തിൽ വിശദമാക്കിയിട്ടുമുണ്ട്. നിലവിൽ റാപ്പിഡ് ആന്റിബോഡി ടെസ്റ്റ് നടത്തുന്നുണ്ടെന്ന് UAE വ്യക്തമാക്കി കഴിഞ്ഞു. എന്നാൽ ട്രൂനാറ്റ് പരിശോധന ഇല്ലെത്താനും കോവിഡ് ബാധിതനായ ഒരാളെ വിമാനത്തിൽ കയറുവാൻ അനുവദിക്കില്ല എന്ന് തന്നെയാണ് അവിടുത്തെ നിയമം. അതിനാൽ കോവിഡ് സ്ഥിരീകരിച്ച പ്രവാസികൾക്കായി പ്രത്യേക വിമാനം അനുവദിക്കാനാവില്ലെന്നും UAE വ്യക്തമാക്കുന്നു. 2 വിമാന കമ്പനികൾ ടെസ്റ്റ് നടത്തുന്നുണ്ടെന്നും ആവശ്യമാണെങ്കിൽ ഇന്ത്യയിലേക്കുള്ള വിമാനങ്ങളിലെ യാത്രക്കാർക്കും ഈ പരിശോധന നടത്താമെന്നും കുവൈറ്റ് അറിയിച്ചു കഴിഞ്ഞു. ഇതിനുള്ള ചിലവ് യാത്രക്കാർ തന്നെയാണ് വഹിക്കേണ്ടതെന്നും കുവൈറ്റ് വ്യക്തമാക്കിയിട്ടുണ്ട്. ബഹ്റൈനും സൗദി അറേബ്യയും ട്രൂനാറ്റ് പരിശോധന പ്രായോഗികമല്ല എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നതെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നു. വിദേശങ്ങളിൽ നിന്ന് മടങ്ങിയെത്തുന്ന പ്രവാസികൾക്ക് കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കുവാൻ കേരള സർക്കാർ തീരുമാനിച്ചിരുന്നു. ട്രൂനാറ്റ് റാപ്പിഡ് ടെസ്റ്റ് സംവിധാനം ഉപയോഗിച്ച് പരിശോധന നടത്തിയ ശേഷം മാത്രമേ യാത്രക്കാരെ വിമാനത്തിൽ കൊണ്ടുവരാനാകൂ എന്നും കേന്ദ്രത്തോട് കേരളം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു.